കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ത തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അപ്പോൾ നമ്മൾ അയോധ്യാകാന്ഡത്തിലെ 5-ാം സർഗത്തിലെ 29-ാമത്തെ ശ്ലോകം, അതായത് വാമദേവ മഹാമുനി പൗരജനങ്ങളെ ആശ്വസിപ്പിക്കണത് ശരിക്ക് നമ്മൾ അത് കഴിഞ്ഞു, അതോടുകൂടിയാണ് നിർത്തിയത്. അതായത് അദ്ദേഹം പറഞ്ഞു, ഇത്ര മഹാത്മാവായിട്ടുള്ള രാമൻ എന്തിനാണ് ഈ ശരീരം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കൊരു സംശയം വേണ്ട. എന്താ വെച്ചാൽ ലോകത്തിൽ സദാചാരബോധം ഉണ്ടാവാനും അതിനൊരു അതായത് അവനവൻ തന്നെ മാതൃകയാവുകയാണ്. സദാചാരബോധം ലോകത്തിലത്തെ ആൾക്കാരെ സദാചാരബോധം പഠിപ്പിക്കാനും ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും എങ്ങനെയാണ് ധർമ്മിഷ്ഠനായി ജീവിക്കാമെന്ന് മനസ്സിലാക്കി കൊടുക്കാനും ഭക്തന്മാർക്ക് ഭജനാനന്ദം നൽകാനും പിന്നെ ഓഫ് കോഴ്സ് രാവണനെ പോലുള്ള ദുഷ്ടന്മാരെ വധിക്കാനും പണ്ട് ദശരഥൻ എൻ്റെ പുത്രനായി ജനിക്കണമെന്ന് അർത്ഥിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു മനുഷ്യരൂപം സ്വീകരിച്ചിരിക്കണം, നിങ്ങൾ അതുകൊണ്ട് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തി. ഇനി 30. ശ്രുത്വാ തേബി ദ്വിജാ സർവേ രാമം ജ്ഞാത്വാ ഹരിം വിഭും ജഹുർഹൃൽ സംശയഗ്രന്ഥിം രാമമേവാന്വചിന്തയൻ. തേ ദ്വിജ സർവേ അപി, ആ ദ്വിജന്മാരെല്ലാവരും ശ്രുത്വ, ഇത് കേട്ടിട്ട് വാമദേവ മുനിയുടെ വാക്കുകൾ കേട്ടിട്ട് രാമം വിഭും ഹരിം ജ്ഞാത്വ, രാമൻ ആ മഹാവിഷ്ണു അല്ലെങ്കിൽ പരബ്രഹ്മം തന്നെയായിട്ടുള്ള ആ പരമപുരുഷനാണെന്ന് അറിഞ്ഞിട്ട് ഹൃസംശയഗ്രന്ഥിം, ഹൃത്തിലുണ്ടായിരുന്ന സംശയത്തിൻ്റെ ആ ഗ്രന്ഥിയെ ജുഹു ഉപേക്ഷിച്ചു. അവർക്ക് സംശയം തന്നെ ഇല്ലാതെ ഈ ശ്രീരാമൻ ആ പരബ്രഹ്മസ്വരൂപിയാണെന്ന് മനസ്സിലായി. രാമമേവ അന്വചിന്തയൻ, രാമനെ തന്നെ അവർ ചിന്തിച്ചു. അപ്പോൾ അവർ ദുഃഖം പോയി, അവരുടെ സംശയം മുഴുവൻ തീർന്നു. നിരന്തരം അവർ രാമനെ സ്മരിക്കുകയും ചെയ്തു. അതാണല്ലോ വേണ്ടത്. ശ്രുത്വാ തേബി ദ്വിജാ സർവേ രാമം ജ്ഞാത്വാ ഹരിം വിഭും ജഹുർഹൃൽ സംശയഗ്രന്ഥിം രാമമേവാന്വചിന്തയൻ. ഇനി 31. യ ഇദം ചിന്തയേൻ നിത്യം രഹസ്യം രാമസീതയോ തസ്യ രാമേ ദൃഢാ ഭക്തിർഭവേദ്വിജ്ഞാനപൂർവിക. രാമസീതയോഹോ ഇദം രഹസ്യം, അതായത് ശ്രീരാമൻ്റെയും സീതയുടെയും ഈ ഒരു രഹസ്യം നിത്യചിന്തയേത്, അതിനെ ഏതൊരാളെ നിത്യവും ധ്യാനിക്കുന്നുവോ തസ്യ, അവന് വിജ്ഞാനപൂർവിക ദൃഢഭക്തി, ജ്ഞാനത്തോടുകൂടിയ ഭക്തി രാമനിൽ ഉണ്ടാവും. രാമേ ഭവേദ്, അതായത് ഈ ശ്രീരാമൻ്റെയും സീതയുടെയും ഇപ്പറഞ്ഞ തത്വം ഉണ്ടല്ലോ, അത് നല്ലോണം മനസ്സിലാക്കിയിട്ട് അതിനെ മനനം ചെയ്ത് നിധിധ്യാസനവും, അതായത് തത്വ അനുസന്ധാനം ചെയ്ത് അങ്ങനെ ഇരിക്കുന്നവർക്ക്, അത് ഈ രാമതത്വം മനസ്സിലാക്കി അതുതന്നെ അനുസന്ധാനം ചെയ്ത് ശ്രീരാമസ്മരണയോടുകൂടി ഇരിക്കുന്നവർക്ക് ശ്രീരാമനിൽ ദൃഢഭക്തി ഉണ്ടാവും. പിന്നെയോ ആ അപരോക്ഷാനുഭൂതി തന്നെ ഉണ്ടാവും എന്ന് പറയുകയാണ്. അതായത് അവർക്ക് ജ്ഞാനത്തോടു കൂടിയിട്ടുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ബ്രഹ്മം തന്നെയാണെന്ന്, അഹം ബ്രഹ്മാസ്മിന്ന് തെളിയും ചുരുക്കം അതാണ് അല്ലേ. ആ അപരോക്ഷാനുഭൂതി, ആത്മാപരോക്ഷാനുഭൂതി തന്നെ ഉണ്ടാവും എന്ന് പറയാണ്. ഈ കഥ, ഈ സത്വം മനസ്സിലാക്കി രാമനെ സർവദാ സ്മരിച്ച് അനുസന്ധാനം, തത്വജ്ഞാനം തന്നെ അനുസന്ധാനം ചെയ്താൽ നമുക്ക് ആത്മാപരോക്ഷാനുഭൂതി എന്ന് പറയും. അതായത് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ ഇത് തെളിയും, ജ്ഞാനം ഉദിക്കുന്നർത്ഥം. യ ഇദം ചിന്തയേൻ നിത്യം രഹസ്യം രാമസീതയോ തസ്യ രാമേ ദൃഢാ ഭക്തിർഭവേദ്വിജ്ഞാനപൂർവിക. രഹസ്യം ഗോപനീയം വോ യൂയം വൈ രാഘവപ്രിയ.
ഇത്യുക്ത്വാ പ്രേയോ വിപ്രസ്തേ വിരാമം പരം വിദു. രഹസ്യം ഇതം വഹ ഗോപനീയം. രഹസ്യമായത് നിങ്ങളിൽ അടങ്ങുന്നതാകുന്നു. യൂയം വൈ രാഘവപ്രിയാഹ. നിങ്ങളാകട്ടെ രാമനിൽ വളരെ പ്രിയമുള്ളവനുമാണ്. നിങ്ങൾക്കൊക്കെ ഈ രഹസ്യം നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പുറമെ നിങ്ങൾ വലിയ രാമഭക്തന്മാരുമാണ്. ഇതി ഉക്ത്വ വിപ്രഹ യയൗ. ഇപ്രകാരം പറഞ്ഞിട്ട് ബ്രാഹ്മണൻ യാനം ചെയ്തു. അതായത് വാമദേവമുനി പോയി. തേ അഭിരാമം പരം വിതും. അവരും രാമനെ പരനെന്നറിഞ്ഞു. രാമൻ്റെ ഈ സത്യാവസ്ഥ മനസ്സിലായി. നിങ്ങൾ രഹസ്യമാണ്. നിങ്ങൾ ഭക്തി ഇല്ലാത്തവരോട് പറയരുത്. അതാ ഗോപനീയം എന്ന് പറയുന്നുണ്ട്. അതായത് രഹസ്യമാക്കി വെക്കണം. എന്താ രഹസ്യം വെച്ചാൽ അങ്ങനെയല്ല. ഇതിനോട് ആദരവില്ലാത്തവരോട് നമ്മളിത് പറയരുത്. അതെപ്പോഴും അങ്ങനെയല്ലേ. നമ്മളിപ്പോൾ ഭഗവാനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ ഭയങ്കര നിരീശ്വരവാദി ഈ തർക്കിക്കാൻ വരുന്നവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മുടെ മനസ്സിന് സമാധാനം കൂടി നഷ്ടപ്പെടുക എന്നല്ലാണ്ട് നമ്മൾ ഈ നിരീശ്വരവാദികളെ അല്ലെങ്കിൽ വലിയ യുക്തിവാദികളോടൊക്കെ നമ്മൾ ഭഗവാന്റെ മാഹാത്മ്യം പറയാൻ പോണത് വളരെ ഒരു വിഡ്ഢിത്താണ്. അതുകൊണ്ടാണത് പറയണത് ഗോപനീയം എന്ന്. അതായത് ഈ രാമൻ്റെ ഈ രഹസ്യം ഉണ്ടല്ലോ, രാമസീതാ രഹസ്യം, അത് നിങ്ങൾ ഭക്തിയില്ലാത്ത ജനങ്ങളോട് പറയരുത്. അല്ലെങ്കിൽ യുക്തിവാദികളോടൊന്നും പറയരുത്. യുക്തി ഇല്ല ഇതിന്. കാരണം യുക്തിക്കൊക്കെ അതീതാണ്. യുക്തി കൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാനും പറ്റില്ല. അപ്പോൾ യുക്തി മാത്രം ഉപയോഗിച്ച് നടക്കണവരോട് ഇത് പറയണ്ടെന്ന് അതാണ് പറയണത്. നിങ്ങൾക്കാണെങ്കിൽ രാമനിൽ അതി പിന്നെ ഗഹനമായിട്ടുള്ള ഭക്തി ഉണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയില്ല. നിങ്ങളത്ര രാമനെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് വാമദേവമുനി അവിടുന്ന് പോയി. ആ ബ്രാഹ്മണൻ സാക്ഷാൽ പരമാത്മാവ് തന്നെയെന്ന് എല്ലാവർക്കും മനസ്സിലായി. അത് ഈ രഹസ്യം ഗോപനീയം എന്നുള്ളത് ശരിക്കും നമുക്ക് നിത്യജീവിതത്തിനും ആപ്ലിക്കബിളാണ് കേട്ടോ പലപ്പോഴും. കാരണം നമ്മൾ ചിലപ്പോൾ നമുക്ക് തന്നെ അനുഭവം ഉണ്ടാവും. എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചെന്തെങ്കിലും പറയുമ്പോൾ അപ്പോൾ നമുക്ക് ദുഃഖമാവും അല്ലേ. നമ്മുടെ ഭഗവാനെ അങ്ങനെ പറഞ്ഞുല്ലോ തോന്നൂലോ. അപ്പോൾ അങ്ങനെ സംശയമുള്ളിടത്ത് നമ്മൾ പറയാതിരിക്കുക തന്നെയാണ്. ശരിക്കും ഭഗവാന്റെ മഹാത്മ്യങ്ങൾ കീർത്തിക്കുന്നത് പുണ്യമാണെങ്കിൽ പോലും അതിനോട് ആദരവില്ലാത്തവരോട് കീർത്തിക്കുന്നത് ശരിക്കും നമുക്ക് തന്നെ ദുഃഖം ഉണ്ടാക്കും. അതുകൊണ്ടാണ് പറയണത് കേട്ടോ. തതോ രാമസമാവിശ്യ പിതൃഗേഹമവാരിത സാനുജ സീതയാ ഗത്വാ കൈകേയീമിതമബ്രവീത്. തതഃ രാമഃ. അവിടെ നിന്ന് രാമൻ. ഇപ്പോൾ വാമദേവമുനിയുടെ പറഞ്ഞിട്ട് നമ്മൾ അതിൽ കഥ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്തുല്ലോ. ശ്രീരാമൻ ദശരഥൻ്റെ അടുത്തേക്ക് പോവുമായിരുന്നല്ലോ. ശ്രീരാമനും സീതയും ലക്ഷ്മണനും കൂടി രാജവീഥിയിൽ കൂടി നഗ്നപാതയായിട്ട് വലക്കലം ധരിച്ച് സീതയും ഇവരൊക്കെ കാട്ടിലേക്ക് പോകാനുള്ള വേഷം ധരിച്ച് ദശരഥനോട് യാത്ര പറയാൻ പോകുമ്പോൾ ഇവർക്ക് ദുഃഖം ഉണ്ടായപ്പോൾ അവരുടെ ദുഃഖത്തിനെ തീർക്കാൻ വാമദേവമുനി പറഞ്ഞതാണ്. നമ്മളൊന്ന് ഡിസ്ട്രാക്ട് ചെയ്തു. അതായത് നമ്മൾ ഡൈഗ്രസ് ചെയ്തു കഥയെന്നേ. നമ്മൾ ഡൈഗ്രസ് ചെയ്ത് പോയിട്ട് തിരിച്ചു വന്നു അല്ലേ. അപ്പോൾ അതാണ് ഇനി പറയണത്. തതോ രാമ സമാവിശ്യ പിതൃഗേഹമവാരിത സാനുജ സീതയാ ഗത്വാ കൈകേയീമിതമബ്രവീത്. തതഃ രാമ. അവിടെ നിന്നും രാമൻ സാനുജ സീതയാ അവാരിത പിതൃഗേഹം സമാവിശ്യ. അനുജനോടും ലക്ഷ്മണനോടും സീതയോടും കൂടി പിതൃഭവനത്തിൽ അച്ഛൻ്റെ അന്തഃപുരത്തിൽ പ്രവേശിച്ചിട്ട് കൈകേയും ഇതം അബ്രവീത്. കൈകേയിയോട് പറയണതാണ് ഈ ശ്രീരാമനെ. അപ്പോൾ ഇങ്ങനെ രാജവീഥി കൂടെ മൂന്നാളും കൂടി നടന്ന് അച്ഛൻ്റെ അന്തഃപുരത്തിൽ രാജധാനിയിൽ എത്തിയിട്ട് അകത്തേക്ക് കയറിയിട്ട് കൈകേയി അവിടെ ഉണ്ടല്ലോ, കൈകേയിയോട് പറയുകയാണ് ശ്രീരാമൻ. അത് നമുക്ക് കേൾക്കാം. അപ്പം തതോ രാമ സമാവിശ്യ പിതൃഗേഹമവാരിത സാനുജ സീതയാ ഗത്വാ കൈകേയീം ഇദം അബ്രവീത്. ഇപ്രകാരം പറഞ്ഞു. ആഗതാസ്മോ വയം മാതസ്ത്രയസ്തേ സമ്മതം വനം ഗന്തും കൃതധിയ ശീഘ്രമാജ്ഞാപയതു ന പിതാ. മാതഃ വയം ത്രയഃ ആഗതാസ്മഃ. മാതാവേ, കൈകേയി മാതാവേ, ഞങ്ങളിതാ 3 പേരിതാ ഇവിടെ വന്നിരിക്കുന്നു. തേ സമ്മതം വനം ഗന്തും. അങ്ങയ്ക്ക് സമ്മതമായ വനത്തെ, അതായത് ഞങ്ങളോട് വനത്തിലേക്ക് പോകാനല്ലേ പറഞ്ഞത്, അങ്ങനെ വനത്തിലേക്ക് പോവാനായിക്കൊണ്ട്
കൃതധിയ വെച്ചാൽ എന്താ? നിശ്ചയിച്ചു ഞങ്ങൾ. കൃതധിയ, ധീ പറഞ്ഞ ബുദ്ധിയല്ലേ. അപ്പോൾ ഡിറ്റർമിനേഷൻ, അതായത് ഞാൻ നിശ്ചയിച്ചു പോവാന്ന് തീർച്ചയാക്കി എന്ന് പറയാണ്. ഇപ്പോൾ ഞങ്ങളിവിടെ വന്നൂലോ, ഞങ്ങൾ വനത്തിലേക്ക് പോവാൻ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം ഞങ്ങൾ 3 പേരും വനത്തിലേക്ക് പോകാൻ തീർച്ചയാക്കി. പിതാ നഹ ശീഘ്രം ആജ്ഞാപയതു, പിതാവ് ഞങ്ങളവിടെ വേഗം പോവാൻ പറയട്ടെ. ഇതുവരെ അങ്ങനെ ദശരഥൻ പറഞ്ഞില്ലേ. ദശരഥൻ അതാണ് ആഗ്രഹം എന്ന് കൈകേയി പറഞ്ഞല്ലേ ഉള്ളൂ. അപ്പോൾ അമ്മേ, കൈകേയി മാതാവേ, ഭഗവാന് അല്ല അച്ഛന് സമ്മതമായിട്ടുള്ള ദണ്ഡകവനത്തിലേക്ക് പോകാൻ ഞങ്ങൾ നിശ്ചയിച്ചു, തീർച്ചയാക്കി. അച്ഛൻ ഞങ്ങളോട് വേഗം കൽപ്പിക്കട്ടെ, എന്നിട്ട് വേണം പോവാൻ. അച്ഛൻ്റെ കൽപ്പനയോടും കേട്ട് വേണം. അതായത് അച്ഛൻ്റെ കൽപ്പന കൂടാതെ അച്ഛനോട് പറഞ്ഞ് അച്ഛൻ പൊക്കോളൂ എന്ന് പറയാതെ പോയാൽ ഒന്നും കൂടി ദുഃഖാവും. അച്ഛനെ ഞാൻ ദുഃഖിപ്പിക്കുകയാണ്, അച്ഛനോട് പറയാതെ ഒന്നും മിണ്ടാണ്ട് പോയാലേ. അപ്പം അച്ഛൻ്റെ കൽപ്പനയോടുകൂടി അനുവാദത്തോടു കൂടി ഞാൻ പോട്ടെ. അമ്മയുടെ അനുവാദം മേടിച്ചുല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കാരണം ഇനിയും അച്ഛൻ പറഞ്ഞിട്ടാണ് പോയത്, അല്ലെങ്കിൽ എനിക്കും ദുഃഖമല്ലേ, അച്ഛനും ദുഃഖമാണ്. അതുകൊണ്ട് അച്ഛൻ്റെ അനുവാദത്തോടു കൂടി ഞാൻ പോട്ടെ. അതുകൊണ്ട് അച്ഛൻ എന്നോട് കൽപ്പിക്കൂ എന്ന് പറയുകയാണ്. ആഗതാസ്മോ വയം മാതസ്ത്രയസ്തേ സമ്മതം വനം ഗന്ധും കൃതധിയ ശീഘ്രമാജ്ഞാപയതു ന പിതാ. ഞങ്ങളോട് അച്ഛൻ വേഗം ആജ്ഞാപിക്കട്ടെ എന്ന്. ഞങ്ങളോട്, ഞങ്ങളുടെ 3 ഇത്യുക്ത സഹസോത്ഥായ ചീരാണി പ്രദദൗ സ്വയം രാമായ ലക്ഷ്മണായാഥാ സീതായൈ ച പൃഥക് പൃഥക് ഇതി ഉക്ത്വാ സഹസ ഉത്ഥായ. ഇപ്രകാരം കൈകേയിയോട് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് വേഗം, കൈകേയി ഇത് കേട്ടപ്പോൾ വേഗം ഉത്ഥായ എഴുന്നേറ്റിട്ട് രാമായ ലക്ഷ്മണായ സീതായയിച്ച, രാമൻ ലക്ഷ്മണൻ സീതയ്ക്കും പൃഥക് പൃഥക് വെവ്വേറെ വെവ്വേറെ ചീരാണി സ്വയം പ്രദതവും, അതായത് കാട്ടിൽ ധരിക്കാൻ പറ്റണ കുറേ വസ്ത്രങ്ങൾ വേഗം കൊടുത്തു. ഒരു വിഷമം ഉണ്ടായില്ല കൈകേയിക്ക്. ഇത് കേട്ട ഉടനെ ആ ഇരിക്കണ സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് നീട്ടു, എന്നിട്ട് ഒരുക്കി വെച്ചിരുന്നു അവിടെ അവർക്ക് കൊടുക്കാനുള്ള വസ്ത്രങ്ങൾ എന്നുള്ള പോലെയാണ്. വേറെ വേറെ വസ്ത്രങ്ങൾ 3 ആൾക്കും കാട്ടിൽ ധരിക്കാൻ പറ്റണത്, ഇപ്പം രാജധാനിയിൽ ധരിക്കുന്ന വസ്ത്രങ്ങളല്ല, കാട്ടിൽ ധരിക്കാൻ യോഗ്യമായ വസ്ത്രങ്ങൾ വേഗം നൽകി. ഇത്യുക്ത സഹസോത്ഥായ ചീരാണി പ്രദദൗ സ്വയം രാമായ ലക്ഷ്മണായാഥാ സീതായൈ ച പൃഥക് പൃഥക്. ചീരാണി വെച്ചാൽ വസ്ത്രങ്ങളാണ് കേട്ടോ, ചീരങ്ങളെ ഇനി വസ്ത്രങ്ങൾ കൊടുത്തു. ഇനി 36-37 ഒന്നിച്ച്. രാമസ്തു ഉത്സ്യജ്യ രാമസ്തു വസ്ത്രാണ്യുത്സ്യജ്യ വന്യചീരാണി പര്യഥാത് ലക്ഷ്മണോപി തഥാ ചക്രേ സീത തന്ന വിജാനതി. ഇനി 37. ഹസ്തേ ഗൃഹീത്വാ രാമസ്യ ലജ്ജയാ മുഖമൈക്ഷത രാമോ ഗൃഹീത്വാ തച്ചീരമംശുകേ പര്യവേഷ്ടയതയോ ഭാവം. രാമഃ തു വസ്ത്രാണി ഉത്സൃജ്യ, രാമ ഉത്സൃജ്യ എന്നാണ് കേട്ടോ, അത് തെറ്റിയിട്ട് അച്ചടിച്ചിരിക്കുന്നു. ഉത്സൃജ്യാണ്. രാമഃ തു വസ്ത്രാണി ഉത്സൃജ്യ, ശ്രീരാമനോ വസ്ത്രങ്ങളെ എടുത്ത് വന്യചീരാണി പര്യഥാത്, വനത്തിൽ ധരിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങളെ പരിധാനം ചെയ്തു. പര്യഥാച്ച ധരിച്ചു. ലക്ഷ്മണ അവനോൻ ധരിച്ചു വേഗം ആ വസ്ത്രം, കൈകേയി കൊടുത്ത കാട്ടിൽ ധരിക്കാൻ പറ്റുന്ന വസ്ത്രം അവനോൻ ധരിച്ചു. ലക്ഷ്മണ അഭി തഥാ ചക്രേ, ലക്ഷ്മണനും അതുപോലെ തന്നെ ചെയ്തു. സീത തത് ന വിജാനതി, സീത അതറിയാതെ, എങ്ങനെയാണ് ധരിക്കേണ്ടതെന്ന് അറിയാതെ ഹസ്തേ ഗൃഹീത്വ, പാവം കൈ പിടിച്ച് നിൽക്കുക. ലജ്ജയ രാമസ്യ മുഖം ഐക്ഷത, എന്നെ എനിക്ക് സഹായിക്കൂ എന്ന് പറഞ്ഞ് ലജ്ജയോടുകൂടി ശ്രീരാമനെ നോക്കി. അവർ 2 ധരിച്ചു കേട്ടോ. സീതയ്ക്ക് ഇത് എങ്ങനെയാണ് ധരിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ലജ്ജയോടുകൂടി ഒന്ന് സഹായിക്കണം എന്നുള്ള ഭാവത്തോടു കൂടി ശ്രീരാമനെ നോക്കി. രാമഃ തച്ചീരം ഗൃഹീത്വ, ശ്രീരാമൻ അപ്പോൾ ആ സീതയുടെ വസ്ത്രത്തിനെ കയ്യിൽ പിടിച്ചിട്ട് അംശുകെ പര്യവേഷ്ടയത്, വസ്ത്രത്തിൻ്റെ മീതെ അത് അപ്പം എന്തെങ്കിലും ഒരു വസ്ത്രം ധരിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ മീതെ അതങ്ങോട്ട് ചിറ്റിച്ചു. അപ്പം എന്താണ്, രാമൻ പാവം ഈ അവനവൻ്റെ വസ്ത്രങ്ങളൊക്കെ അത് ഇപ്പോഴേ അയച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിന് മുമ്പേ അതിന് വിചാരിച്ചു. എന്തായാലും
രാമൻ ഈ രാജോചിത വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റി കൈകേയി മാതാവ് കൊടുത്ത ആ വൽക്കലങ്ങളെ കൊടുത്തു. ലക്ഷ്മണനും ഒരു ബുദ്ധിമുട്ടില്ലാതെ ചെയ്തപ്പോൾ സീതയ്ക്ക് അതെങ്ങനെയാണ്, ഇതുവരെ വൽക്കലം ധരിച്ചിട്ടില്ലല്ലോ, എങ്ങനെയാണ് അത് ധരിക്കാമെന്ന് അറിയാതെ അത് കയ്യിൽ പിടിച്ച് രാമൻ്റെ സഹായത്തിന് വേണ്ടി ലജ്ജയോടുകൂടി ശ്രീരാമൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ രാമൻ ഒട്ടും ഒന്നും ഒരു സമയം കളയാതെ വേഗം അത് കയ്യിൽ മേടിച്ച് സീത അപ്പം ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ അത് അഴിച്ചു വെക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അതിൻ്റെ മീതെ അത് ചുറ്റിക്കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പം ഇനി 36, 37 വായിക്കാം. രാമസ്തു വസ്ത്രാണ്യുത്സൃജ്യ വന്യചീരാണി പര്യഥാത് ലക്ഷ്മണോപി തഥാ ചക്രേ സീതാ തന്ന വിജാനതി ഹസ്തേ ഗൃഹീത്വാ രാമസ്യ ലജ്ജയാ മുഖമൈക്ഷത രാമോ ഗൃഹീത്വാ തച്ചീരമംശുകേ പര്യവേഷ്ടയത് ചുറ്റിക്കൊടുത്തു. തദ്ദൃഷ്ട്വാരുരുദു സർവേ രാജദാരാ സമന്തത വസിഷ്ഠസ്തു തദാകർണ്യ രുദിതം ഭത്സയൻ രുഷാ കൈകേയീം പ്രാഹ ദുർവൃത്തെ രാമ ഏവ ത്വയാ വൃതഃ വനവാസായ ദുഷ്ടേ ത്വം സീതായൈ കിം പ്രയച്ഛസി. സങ്കടാവും നമുക്ക് അല്ലേ. തത് ദൃഷ്ട്വ അത് കണ്ടിട്ട് സർവേ രാജദാരാഹ എല്ലാ രാജാവിൻ്റെ പത്നിമാരും സമന്തത രുരുതു 4 ഭാഗത്തും അവിടെ ഉള്ളവരൊക്കെ കരഞ്ഞു. തദ് രുദിതം ആകർണ്യ സ്ത്രീകളുടെ കരച്ചിൽ കേട്ടിട്ട് അവിടെ കൂടിയിട്ടുള്ള ദശരഥന് കുറേ പത്നിമാരുണ്ട്, അവരെല്ലാം ഇത് കണ്ടിട്ട് അങ്ങോട്ട് കരഞ്ഞു. ആ സീതെ ആ രാജ്ഞിയുടെ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ടല്ലോ, ആ വസ്ത്രങ്ങൾക്ക് മീതെ ഈ വൽക്കഴ അങ്ങോട്ട് ചുറ്റിച്ചപ്പോൾ അവിടെ നിന്നവർ മുഴുവൻ പൊട്ടിക്കരഞ്ഞു. തത് രുദിതം ആകർണ്യ ആ കരച്ചിൽ കേട്ടിട്ട് വസിഷ്ഠനാകട്ടെ രുഷാ ഭത്സയൻ ദേഷ്യം വന്നു വസിഷ്ഠന്. എന്നിട്ട് കൈകേയും പ്രാഹ കൈകേയിയോട് എന്താ പറഞ്ഞ് ദുർവൃത്തയായിട്ടുള്ള ദുഷ്ടേ എന്നാണ് സംബോധന ചെയ്തത്. അതായത് ചീത്ത വൃത്തികൾ നടത്തുന്ന ദുഷ്ടേ, ചീത്ത പ്രവൃത്തികൾ ചെയ്യുന്ന ദുഷ്ടേ, ത്വയാ വനവാസായ രാമ ഏവ വൃത, നീയെ രാമനെ വനവാസത്തിന് അയക്കണമെന്ന് പറഞ്ഞു, അത് മനസ്സിലായി. സീതായേ കിം പ്രയച്ഛസി, സീതയ്ക്ക് എന്തിനാ വസ്ത്രം കൊടുത്തത് വൽക്കലം? അതായത് അത്ര ദുഃഖമായി സീതയെ വൽക്കലം ധരിപ്പിക്കണത് കണ്ടപ്പോൾ അവിടെ നിന്നവരെല്ലാവരും പൊട്ടിക്കരഞ്ഞു. ആ കരച്ചിൽ കേട്ടിട്ടാണ് വസിഷ്ഠന് ദേഷ്യം വന്നിട്ട് ശരിക്കും ശകാരിച്ചു. ആരെ? കൈകേയിയെ. ദുരാചാരേ ദുഷ്ടേ, വനത്തിലേക്ക് രാമനെ മാത്രം അയക്കണം എന്നല്ലേ നിന്റെ വരത്തിലുള്ളൂ, നീ വരം മേടിച്ചിട്ടുള്ളൂ, സീതയ്ക്ക് എന്തിനാ വൽക്കലം കൊടുത്തത് ചോദിച്ചു. എത്ര ഒരു അത്ര ദയയില്ലാത്ത പെരുമാറിയല്ലോ കൈകേയി. തദ്ദൃഷ്ട്വാരുരുദു സർവേ രാജദാരാ സമന്തത വസിഷ്ഠസ്തു തദാകർണ്യ രുദിതം ഭത്സയൻ രുഷാ കൈകേയീം പ്രാഹ ദുർവൃത്തേ രാമ ഏവ ത്വയാ വൃത വനവാസായ ദുഷ്ടേ ത്വം സീതായൈ കിം പ്രയച്ഛസി. ചിലപ്പോൾ ഞാൻ വിചാരിക്കും, പക്ഷേ എന്താ പറയുക, വസിഷ്ഠനൊക്കെ ഇപ്പം എല്ലാം അറിയാം. ശരിക്കും വസിഷ്ഠനൊക്കെ ജ്ഞാനിയായിട്ടുള്ള മഹർഷിയാണ്. എന്നിട്ടും ആ സമയത്ത് ബാക്കിയുള്ളവർ കരഞ്ഞപ്പോൾ വസിഷ്ഠനും ശരിക്കും ശ്രീരാമനെ പോലെ തന്നെ നടിക്കുകയാണോ എന്ന് നമുക്ക് ചിലപ്പോൾ സംശയം തോന്നും അല്ലേ. വസിഷ്ഠൻ അപ്പോൾ എല്ലാവരുടെ മുമ്പിൽ വെച്ച് കൈകേയി അധിക്ഷേപിച്ചുല്ലോ. വസിഷ്ഠനെ ഭഗവാൻ പരബ്രഹ്മൻ തന്നെയാണെന്ന് എല്ലാ അറിവുകളും ഉണ്ട്, എന്നിട്ടും അത് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ശ്രീരാമൻ ഈ ഒരു മായാമാനുഷ്യനായിട്ട് ലീല ആടണ പോലെ തന്നെ ഈ ജ്ഞാനികളും എല്ലാം ആടുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും അല്ലേ. അപ്പം തദ്ദൃഷ്ട്വാരുരുദു സർവേ രാജദാരാ സമന്തത വസിഷ്ഠസ്തു തദാകർണ്യ രുദിതം ഭത്സയൻ രുഷാ. ഞാൻ വായിച്ചു സൗണ്ട്. കൈകേയീം പ്രാഹ ദുർവൃത്തേ രാമയേവ ത്വയാ വൃത വനവാസായ ദുഷ്ടേ ത്വം സീതായൈ കിം പ്രയച്ഛസി. ഈ 40, 41, 42, 43 ഒന്നിച്ചാണ്. യദി രാമം സമന്വേദി സീതാ ഭക്ത്യാ പതിവ്രത ദിവ്യാംബരധര നിത്യം സർവാഭരണഭൂഷിത രമയത്വനിശം രാമം വനദുഃഖനിവാരിണി രാജാ ദശരഥോപ്യാഹ സുമന്ത്രം രഥമാനയാ
രഥമാരുഹ്യ ഗച്ഛന്തു വനം വനചരപ്രിയാ ഇത്യുക്ത്വാ രാമമാലോക്യ സീതാം ചൈവ ലക്ഷ്മണം ദുഃഖാന്നിപതിതോ ഭൂമൗ രുരോദാശ്രുപരിപ്ലുത ആരുരോഹരഥം സീതാ ശീഘ്രം രാമസ്യ പശ്യത. പതിവ്രത സീത, ഈ പതിവ്രതയായിട്ടുള്ള സീതാദേവി ഭക്തിയ രാമം യതി സമന്വേതി, അതായത് വളരെ ഭക്തിയോടുകൂടി രാമനെ പിന്തുടരുന്നു എങ്കിൽ നിത്യം ദിവ്യാംബരധര സർവാഭരണഭൂഷിത, എപ്പോഴും ഇതുവരെ ദിവ്യവസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ചവളുമായിട്ട് വനദുഃഖ നിവാരിണി രാമം അനിശം രമയതു, ഈ വനത്തിൻ്റെ ദുഃഖത്തെ മാറ്റാനായിട്ട് രാമനെ എപ്പോഴും രമിപ്പിക്കട്ടെ. രഥം ആനയ, രഥത്തെ കൊണ്ടുവന്നാലും വനചര പ്രിയ രഥം ആരുഹ്യ ഗച്ഛന്തു, വനചരന്മാരായ മുനികളുടെ മുനികൾക്ക് ഏറ്റവും പ്രിയമുള്ള ഇവര് രഥത്തിൽ കയറിയിട്ട് ഗമിക്കട്ടെ. രാജ ദശരഥ അഭി സുമന്ത്രം ആഹ, രാജാവായ ദശരഥൻ ഇപ്രകാരം സുമന്ത്രനോട് പറഞ്ഞു. രാജാവിൻ്റെ കൽപ്പന വേണമല്ലോ പോവാൻ. ഇതി ഉക്ത്വ, ഇപ്രകാരം പറഞ്ഞിട്ട് സ ലക്ഷ്മണം രാമം സീതാം ച ആലോക്യ, ലക്ഷ്മണ സഹിതനായിട്ടുള്ള രാമനെയും സീതയും കണ്ടിട്ട്, അതായത് സീതാ ലക്ഷ്മണ സഹിതനായിട്ടുള്ള ശ്രീരാമനെ കണ്ടിട്ട് ദുഃഖാത് ഭൂമൗ നുപതിത, ദുഃഖം കൊണ്ട് ഭൂമിയിൽ അങ്ങോട്ട് വീണു ഇത് പറഞ്ഞതിന് ശേഷം. എന്നിട്ടോ അശ്രുപരിപ്ലുത രുരോധ, ശരിക്കും കണ്ണീരിൽ മുങ്ങി കരഞ്ഞിട്ട് ഉറക്കെ കരഞ്ഞു. രാമസ്യ പശ്യത, രാമൻ നോക്കി നിൽക്കേ. സീത ശീഘ്രം രഥം ആരുരോഹ, രാമൻ വേഗം സീത രഥത്തിലങ്ങടിച്ച് കയറി. അതായത് അവനവൻ്റെ സ്വന്തം മനസ്സുകൊണ്ടാണ് സീത കാട്ടിലേക്ക് പോണ എങ്കിൽ പോലും അവന് ആരും നിർബന്ധിച്ച് പോണതല്ല സീത എങ്കിൽ പോലും ദിവ്യവസ്ത്രങ്ങളും സർവ്വ ആഭരണങ്ങളും ധരിച്ചുകൊണ്ട് തന്നെ വനവാസം ചെയ്തോട്ടെ എന്ന് വിചാരിക്കാൻ അത് അങ്ങനെ മതിയാർന്നില്ലേ കൈകേയിക്ക് ആണ്. കൈകേയിക്ക് സീതയും കൂടിയും ഇങ്ങനെ വൽക്കലൊക്കെ ധരിച്ച് ദിവ്യാഭരണങ്ങളും വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെച്ച് വൽക്കലം ധരിക്കണം എന്ന് എന്താ അത്ര നിർബന്ധം? ശ്രീരാമൻ അങ്ങനെ പോട്ടെ, സീത സർവാഭരണ ഭൂഷിതയായിട്ട് തന്നെ ശ്രീരാമനെ രമിപ്പിച്ചുകൊണ്ട് പോകട്ടെ കാട്ടിലേക്ക്, അത് വേണ്ടാന്ന് പറയാൻ എന്താ കൈകേയിക്ക് നിനക്ക് അധികാരം എന്ന് വസിഷ്ഠർ പറഞ്ഞുല്ലോ, എന്തിനാ അയച്ചെന്നേ. അപ്പോൾ തേര് വരുത്തു ഈ വനത്തിൽ. അപ്പോൾ ദശരഥൻ പറഞ്ഞു തേരിങ്ങോട്ട് കൊണ്ടുവരൂ, വനത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുനിമാർക്കൊക്കെ ഇവരെ കണ്ട് സന്തോഷാവും, അതുകൊണ്ട് അവർ പോകട്ടെ എന്ന് ദശരഥ രാജാവ് സുമന്ത്രരോട് കൽപ്പിച്ചു. കാരണം ദശരഥൻ്റെ കൽപ്പന ഇല്ലെങ്കിൽ ഇവർ പോവില്ല. അപ്പോൾ ദശരഥൻ്റെ അനുവാദം വേണം. അതുകൊണ്ട് ആ അനുവാദം നൽകി. ഇതുപോലെ ശരിക്ക് സീതയെ അങ്ങനെ വൽക്കലം ധരിക്കേണ്ട ആളല്ലെങ്കിൽ പോലും അങ്ങനെ ദേഷ്യപ്പെട്ടുമല്ലോ വസിഷ്ഠൻ. അതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്തായാലും പോട്ടെ, വനത്തിൽ ഈ ദണ്ഡകവനത്തിൽ ഒരുപാട് മഹർഷിമാരുണ്ട്, അവർക്കൊക്കെ ഇവരെ കണ്ടാൽ സന്തോഷമാവും, അതുകൊണ്ട് ഇവർ രഥത്തിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ സീതാ ലക്ഷ്മണ സഹിതനായിട്ടുള്ള ശ്രീരാമനെ കണ്ടിട്ടുള്ള ദുഃഖം കൊണ്ട് പാവം ബോധം കെട്ട് കരഞ്ഞ്, അതായത് കണ്ണീരിൽ മുങ്ങിയിട്ട് ബോധം കെട്ട് ഭൂമിയിൽ വീണു. എന്നിട്ട് കരഞ്ഞു. രാമചന്ദ്രൻ നോക്കി നിൽക്കെ തന്നെ എന്താണ് സീത ഒരു മടിയും കൂടാതെ തേരിലങ്ങോട്ട് കയറിയിരുന്നു എന്ന്. അപ്പം നമുക്ക് ഈ 4 വായിച്ച് ഇന്നിവിടെ നിർത്താം. 40 തൊട്ട് 43 കൂടി വായിച്ച് ഞാൻ നിർത്താം. യതിരാമം സമന്വേദി സീതാഭക്ത്യാ പതിവ്രത ദിവ്യാംബരധര നിത്യം സർവാഭരണഭൂഷിത രമയൻ ത്വനിശം രാമം വനദുഃഖ നിവാരിണി രാജ ദശരഥോപ്യാഹ സുമന്ത്രം രഥമാനയ. സുമന്ത്ര രഥം കൊണ്ടുവന്നുണ്ടേ. രഥമാരുഹ്യ ഗച്ഛന്തു വനം വനചരപ്രിയാഹ ഇത്യുക്ത്വ. അങ്ങനെ അനുവാദം കൊടുത്തു. വനത്തിലത്തെ മുനിമാർക്ക് സന്തോഷമാവട്ടെ ഇവരെ കണ്ടിട്ടാണ്. രാമമാലോക്യ സീതാം ചൈവ സലക്ഷ്മണ. പിന്നെയാണ് ഇവർ 3 കൂടി അങ്ങോട്ട് കണ്ടപ്പോളേ
ദുഃഖാൻ നിപതിതോ ഭൂമൗ, ഭൂമിയിൽ ദുഃഖം കൊണ്ട് വീണു. രുരോദാശ്രുപരിപ്ലുത, കണ്ണീര് വീഴ്ത്തി കരഞ്ഞു. ആരുരോഹരഥം, അതേ സമയത്ത് അങ്ങനെ ദശരഥൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സീത ആരുരോഹരഥം, സീതരഥ ആരുരോഹരഥം സീത ശീഘ്രം രാമസ്യ പശ്യത, രാമൻ നോക്കിക്കൊണ്ടിരിക്കെ താമസം കൂടാതെ വളരെ വേഗം സീത രഥത്തിൽ കയറിയിരുന്നു എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.